നമ്മളിപ്പോൾ ആശാ വർക്കർമാർ വലിയ തോതിലുള്ള സമരത്തിലാണ്. അപ്പോൾ ആശാ വർക്കർമാർക്ക് മാസം 2000 രൂപ വീതം ഇൻസെൻറ്റീവ് നൽകാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്താണ് അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണമായത്? തീർച്ചയായും ആശാ വർക്കർമാർ ഇവിടെ 50 ദിവസം പിന്നിട്ട് കഴിഞ്ഞ അവരുടെ സമരം, സർക്കാർ അവരോട് കാണിക്കുന്ന അവഗണന, യഥാർത്ഥത്തിൽ അത് ഒരു സർക്കാരിന് എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന വിഷയമാണ്. ഇവിടെ കണ്ണൂർ കോർപ്പറേഷൻ സർക്കാരിന് ഒരു മാർഗനിർദ്ദേശം എന്ന രീതിയിലാണ് ഇവിടെ DPC അംഗീകാരം ലഭ്യമാവുകയാണെങ്കിൽ ഇവിടെ 2000 രൂപ വെച്ച് അവരുടെ ഓണറേറിയം, കാരണം ആശാ വർക്കർമാർ എന്ന് പറയുന്നത് സമസ്ത മേഖലകളിലും ഒരു തദ്ദേശ സ്ഥാപനത്തിൽ സംബന്ധിച്ചുള്ള ഒരു വാർഡുകളിൽ എല്ലാ വിഷയങ്ങളിലും അടിസ്ഥാനപരമായ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ഒരു വിഭാഗമാണ്. അവരെ കൂടെ നിർത്തുക എന്നുള്ളതാണ് കോർപ്പറേഷൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. ഇതിൽ ഒരു കാര്യം കാണുന്നത് ഈ DPCയുടെ അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ എന്ന് പറയുന്നുണ്ട്. അത് സ്വാഭാവികമായും ഈ 2000 രൂപ പ്രഖ്യാപിക്കുമ്പോൾ വലിയ പ്രതീക്ഷയിലായിരിക്കും ആശാ വർക്കർമാർ. എന്തെങ്കിലും സാങ്കേതിക തടസ്സത്തിൽ അത് മുടങ്ങാൻ സാധ്യതയുണ്ടോ? ഇല്ല, അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. കാരണം DPC അംഗീകാരം കൊടുത്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങൾ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. അത് നൽകണം എന്നുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും അത് നേടിയെടുക്കാനുള്ള ശ്രമം നടത്തും. തീർച്ചയായും അത് നേടിയെടുക്കാനുള്ള ശ്രമമുണ്ടാകും. ബഡ്ജറ്റ് വലിയ ഒരു പ്രതീക്ഷയായിട്ടാണ് ഞങ്ങളത് വെച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് മറ്റ് വലിയ തോതിലുള്ള, ഇപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായി എപ്പോഴും ബജറ്റിൽ കാണാറുള്ളത് പഴയ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവിടെ ഒരു വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങളിലേക്ക് കടക്കും എന്ന് പറയുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങളും ഇപ്പോൾ തന്നെ തുടങ്ങുമോ? തീർച്ചയായും UIDF എന്ന പദ്ധതിയുടെ ഭാഗമായി, കാരണം നമുക്കൊരു ലോൺ എന്ന രീതിയിലാണ് UIDF സ്കീം അനുവദിക്കപ്പെടുക. ആ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി വികസനം ലക്ഷ്യമാക്കുക, അതിനുമായി ബന്ധപ്പെട്ട DPRകൾക്കുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത്തരം പദ്ധതികൾ മുന്നോട്ട് വെച്ചിട്ടുള്ളതും. പ്രധാനമായും ഈ ബസ് സ്റ്റാൻഡ് കുറേ വർഷങ്ങളായി ഒരു പ്രയോജനകരമല്ലാത്ത രീതിയിൽ, ഒരു ആദായകരമല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് അത്തരം വിഷയങ്ങൾ പരിഹരിച്ചുകൊണ്ട് കോർപ്പറേഷന് നല്ല രീതിയിൽ വരുമാനമുണ്ടാക്കുന്ന ഒരു വലിയ പദ്ധതി തന്നെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മൾട്ടിപർപ്പസ് കൺവെൻഷൻ സെൻറ്റർ എല്ലാ സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന, സിനിമ തിയേറ്ററുകൾ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വലിയ മൾട്ടിപർപ്പസ് കൺവെൻഷൻ സെൻ്ററാണ് അവിടെ. കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിൽ തന്നെയാണോ അല്ല BOT എന്നുള്ള രീതിയിലാണ്? ഇപ്പോൾ UIDF സ്കീമാണ്, അത് ലോണായിട്ടാണ് ആ പദ്ധതി ഉള്ളത്. കോർപ്പറേഷൻ്റെ പദ്ധതിയായിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് മറ്റ് വലിയ തോതിലുള്ള വികസന കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, വലിയ പ്രതീക്ഷയിൽ തന്നെയാണോ കോർപ്പറേഷൻ? അതെ, വളരുന്ന നഗരത്തിൻ്റെ ഗതിവേഗം കൂട്ടുന്നതിനുള്ള യാഥാർത്ഥ്യമുള്ള ബഡ്ജറ്റാണ് ഇവിടെ ഡെപ്യൂട്ടി മേയർ അവതരിപ്പിച്ചിട്ടുള്ളത്. നിർദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും വ്യത്യസ്തങ്ങളായ നടപ്പിലാക്കാൻ കഴിയുന്ന, കുറഞ്ഞത് 6 മാസം മാത്രമേ, ഇനി 6-7 മാസം മാത്രമേ ഈ ഭരണസമിതിയുടെ മുമ്പാകെയുള്ളൂ. ആ ഭരണസമിതി കാലയളവിൽ തുടങ്ങി വെക്കാനെങ്കിലും കഴിയുന്ന പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് 2015 രൂപീകരിച്ച കോർപ്പറേഷൻ ഒരുപാട് ബാലാരിഷ്ടതകളുണ്ട്. അതൊക്കെ ഭരണസമിതി സമയബന്ധിതമായി പരിഹരിച്ചു വരികയാണ്. ഈ 2025 പൂർത്തിയാകുന്നതോടെ മറ്റുള്ള കോർപ്പറേഷനെ പോലെ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് വ്യത്യസ്തങ്ങളായ പദ്ധതികൾ എല്ലാ മേഖലകളെയും തൊട്ടിണക്കിക്കൊണ്ടുള്ള ഒരു വലിയ ബഡ്ജറ്റാണ് ഇവിടെ അവതരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ നമ്മുടെ കോർപ്പറേഷൻ്റെ ആസ്ഥാന മന്ദിരം ഇങ്ങനെ പണിയൊക്കെ തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. കിഫ്ബി ഊരാളുങ്കൽ അതിൻ്റെ കരാറുകാരായ ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിക്ക് പണം നൽകാത്തതാണ് ഇവിടെ പ്രശ്നം. അതുമായി ബന്ധപ്പെട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് കിഫ്ബിയുടെ പണി പൂർത്തിയായി കോർപ്പറേഷൻ ഏറ്റെടുത്തുകൊണ്ട് ബാക്കി പ്രവർത്തികൾ കോർപ്പറേഷൻ ചെയ്യാമെന്നുള്ള ധാരണയിലാണ് ഇനി അങ്ങോട്ട് ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇപ്പോൾ നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണകളുണ്ടോ? എന്തായാലും ഈ ഭരണസമിതിയുടെ കാലത്ത് ഉണ്ടാവില്ല. എങ്കിലും ഈ പറയുന്ന പ്രയാസങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് പ്രവൃത്തി തുടങ്ങാൻ സാധിക്കും. എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനും തുടർന്ന് അങ്ങോട്ട് കോർപ്പറേഷൻ ലോൺ ഫണ്ട് വെച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള തുടക്കം കുറിക്കാനെങ്കിലും ഞങ്ങൾക്ക് സാധിക്കും.